Hi friends, I am Dr. Rajendran, CMO, ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മോഷൻ സിക്നസ് എന്ന ഒരു അസുഖത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇതിന് ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു 10-20 പേര് ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നു, ഒരു അടിച്ചുപൊളി ടൂർ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു 3 ദിവസം അവധിയുള്ള ഒരു സമയം അവർ സെലക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഓണം അല്ലെങ്കിൽ പൂജ ഹോളിഡേയ്സ്. അപ്പോൾ നേരത്തെ എല്ലാവരും റെഡിയായി, വണ്ടി വന്നു, എല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങുന്നു. യാത്ര തുടങ്ങി ഏകദേശം ഒരു 2 മണിക്കൂറാകുമ്പോൾ അതിൽ 1-2 പേര്, 2 കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടിയും ഒരു സ്ത്രീയും ഛർദ്ദിക്കാൻ തുടങ്ങും. അവർക്ക് ആദ്യം മോക്കാനം, ഛർദി, പിന്നെ തലവേദന, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ വീണ്ടും വീണ്ടും ഛർദ്ദിക്കുന്നു. അവസാനം ഇവർ ടയേർഡാകുന്നു. അപ്പോൾ ഏകദേശം ഈ ഛർദിൽ തുടങ്ങുന്ന ഒരു 60 കിലോമീറ്ററൊക്കെ ആയിക്കഴിഞ്ഞ്, സ്റ്റാർട്ട് ചെയ്തിട്ട് 60 കിലോമീറ്ററായി. അങ്ങനെ ഒരു 90 കിലോമീറ്റർ ആയപ്പോൾ ഇവർ ടയേർഡായി, ഛർദ്ദിച്ച് ടയേർഡായി. അപ്പോൾ പിന്നെ വണ്ടി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ട് വിടുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പരിശോധിക്കുന്നു, BP നോക്കുന്നു, അവസാനം ഇവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഡ്രിപ്പ് ഇടുന്നു. അപ്പോൾ ആകെ അലമ്പാകും. ഈ യാത്ര, ഈ അടിച്ചുപൊളി യാത്ര ആകെ അലമ്പാകും. അപ്പോൾ ഇതാണ് മോഷൻ സിക്നസിൻ്റെ ഒരു സിംറ്റംസ്. അപ്പോൾ ഇനി അതിൻ്റെ കാരണങ്ങളെപ്പറ്റി പറയാം. നമ്മുടെ ചെവിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് കേൾക്കുക മാത്രമല്ല, അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒരു എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇൻറ്റേർണൽ ഇയർ. ഇൻറ്റേർണൽ ഇയറിൽ ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല. ഒരു വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ സംഭവം ആണ് നമ്മളുടെ പൊസിഷൻ എന്താണെന്ന് ബ്രെയിനിനെ അറിയിക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തല ഒരു മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇതെല്ലാം അപ്പോൾ നമ്മളെ ബ്രെയിനിൽ അറിയിക്കുന്നത് ഈ വെസ്റ്റിബുലാർ സിസ്റ്റമാണ്. അതുപോലെ വേറൊരു സിസ്റ്റമാണ് ഈ കണ്ണിൻ്റെ. കണ്ണ് നമ്മുടെ കാഴ്ചയുടെ ഇമ്പൾസ് ബ്രെയിനിന് കൊടുക്കും. അപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ഇമ്പൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ പതുക്കെ ആടിക്കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഇമ്പൾസാണ് ബ്രെയിനിന് കിട്ടുന്നത്. അതേ സമയത്ത് കണ്ണിൽ നിന്ന് കിട്ടുന്നത്, നമ്മൾ ആ സമയത്ത് മുമ്പിലത്തെ സീറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കണ്ണ് കൊടുക്കുന്ന ഇമ്പൾസ് ഇദ്ദേഹം മൂവ് ചെയ്യല്ല, ഒരു സ്റ്റേഷനറിയാണ്. അപ്പോൾ 2 തരം ഇമ്പൾസ് ബ്രെയിനിൽ കിട്ടും. അപ്പോൾ ബ്രെയിനൊരു കൺഫ്യൂഷൻ വരുന്നു. അപ്പോൾ അത് ആദ്യം ഓക്കാനമായിട്ട് ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് ഛർദി, തലവേദന, ഇങ്ങനെയൊക്കെ വരുന്നു. ഇതാണ് മോഷൻ സിക്നസിൻ്റെ കാരണങ്ങൾ. ഈ സെൻസറി ഇമ്പൾസുകൾ തമ്മിലുള്ള മിസ്മാച്ച് ആണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇത് കൂടുതലും കണ്ടുവരുന്നത് ഈ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്. ഈ മോഷൻ സിക്നസിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മൈഗ്രെയിൻ വരുന്ന ആൾ, സ്ഥിരമായിട്ട് മൈഗ്രെയിൻ വരുന്നവർക്ക് ഇത് വരാൻ സാധ്യത. അതുപോലെ ചെവിയുടെ അകത്ത് എന്തെങ്കിലും ഈ പൊട്ടി വെള്ളമൊക്കെ എടുക്കുന്ന ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ അതുപോലുള്ള അസുഖമുള്ളവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇത് കൂടുതലും കണ്ടുവരുന്നത് കുട്ടികളിലാണ്. പിന്നെ ആണുങ്ങളെക്കാൾ കൂടുതൽ ഇത് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ
ഒന്നാമത് നമ്മൾ ഈ വണ്ടി പോകുന്ന ദിശയിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്ന് യാത്ര ചെയ്യുക. സാധാരണ ഇത് ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്കൊന്നും ഇത് വന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ആ വണ്ടി ഓടിക്കുന്ന ദിശയിൽ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഇരിക്കുക. അതേ സമയത്ത് നമ്മൾ ഇപ്പോൾ വടക്കോട്ട് പോകുന്ന വണ്ടി അദ്ദേഹം തെക്കോട്ട് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു, പടിഞ്ഞാട്ട് നോക്കിയിരിക്കുന്നു. ഇതെല്ലാം ഇത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, ഈ മോഷൻ സിക്നെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മുമ്പിലെ വണ്ടി പോകുന്ന അതേ ഡയറക്ഷനിലോട്ട് തന്നെ നോക്കിയിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പത്രം വായിക്കുക, മാഗസിൻ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, മൊബൈലിലൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ സെൻസറി ഇമ്പൾസ് തമ്മിലുള്ള മിസ്മാച്ചിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് ബസ്സിലാണേലും ഒരു ബോട്ടിലാണേലും കാറിലാണേലും പ്ലെയിനിലാണേലും ഏറ്റവും അധികം ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അധികം കുലുക്കമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുക. ഇപ്പോൾ ബസ്സിലാണെങ്കിൽ ഏകദേശം നടുഭാഗത്തായിട്ടിരിക്കുന്നതായിരിക്കും, പുറകിലിരുന്നാൽ ഭയങ്കര കുലുക്കമായിരിക്കും. അതുപോലെ തന്നെ കാറിലാണെങ്കിലും മുൻസീറ്റിലിരിക്കുന്നതായിരിക്കും ഈ മോഷൻ സിക്നെസ് വരാതിരിക്കാൻ നല്ലത്. അതുപോലെ ഇതുപോലെ 1-2 രോഗികൾ ഈ വണ്ടിയിലുണ്ടെങ്കിൽ ഡ്രൈവറുടെ ശ്രദ്ധയ്ക്ക് ഈ ഹെയർ പിൻ ബെൻഡുകളൊക്കെ വളരെ സ്പീഡിൽ കൊണ്ടുവന്ന് വളക്കാതിരിക്കുക. അദ്ദേഹം വളരെ സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കട്ടറുകളൊക്കെ പൊത്തോന്നെടുത്ത് കട്ടറിലോട്ട് വണ്ടി ഇടുന്നതിന് പകരം അതെല്ലാം മാറ്റി വണ്ടി നേരെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ശുദ്ധവായു കിട്ടത്തക്ക രീതിയിൽ ജനൽ തുറന്നിട്ടിരിക്കുന്നതായിരിക്കും ഈ രോഗികൾക്ക് നല്ലത്. അതുപോലെ ഈ രോഗികൾ കഴിവതും വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് യാത്ര ചെയ്യാതിരിക്കുക. അതുപോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിപ്സ്, മിച്ചർ, പെപ്സി, കൊക്കോകോള ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ യാത്രക്ക് മുമ്പായിട്ട് ഈ ഫ്രൈഡ് ഐറ്റംസ്, ഫ്രൈഡ് ചിക്കൻ, ഫ്രൈഡ് ബീഫ്, മീൻ ഫ്രൈ ചെയ്തത്, ഇതൊന്നും എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ കൂടുതൽ കഴിച്ചിട്ട് പോകാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ ദഹിക്കാൻ താമസമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ മോഷൻ സിക്നെസ്സിന് കൂടുതൽ വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതൽ യാത്ര ദൂരം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള ആളുകൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രം കയ്യിൽ കരുതുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഇഷ്ടപ്പെട്ട പാട്ട് ഒരു മൊബൈലിൻ്റെ ഹെഡ്ഫോണിൽ കൂടെ വെച്ചിട്ട് പാട്ട് കേട്ട് കണ്ണുടച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഏറ്റവും നല്ലത് നമ്മൾ ബസ്സിലിരുന്ന് ഉറങ്ങുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈ കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ 2 സെൻസറി ഇമ്പൾസുകളാണല്ലോ ഇവിടുത്തെ പ്രശ്നക്കാർ. അതിൽ ഒരെണ്ണം ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മളൊന്നിൽ കണ്ണടച്ചിരിക്കുക. അപ്പോൾ അത് ഈ 2 ഇമ്പൾസ് കിട്ടാൻ സാധ്യത കുറക്കും. ചിലർക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ നാരങ്ങയുടെ സ്മെല്ല്, അല്ലെങ്കിൽ പുതിനയുടെ സ്മെല്ല്, ഇഞ്ചിയുടെ സ്മെല്ലൊക്കെ ഒരു പരിധിവരെ സഹായിക്കും പോലും. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കഴിവതും അയഞ്ഞ ഡ്രസ്സുകൾ ഉപയോഗിക്കുക. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കാനം, ഛർദി, തലവേദന, അതുപോലെ ഇറിറ്റബിലിറ്റി, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഇതെല്ലാമാണ് ഇതിൻ്റെ സിംറ്റംസ്. ഇനി ഇതിൻ്റെ ചികിത്സേനെ പറ്റി പറയാം. ഇതിലെ ഏറ്റവും ബെസ്റ്റ് മരുന്നെന്ന് പറഞ്ഞാൽ സ്കോപോളമൈൻ. ഇത് ടാബ്ലറ്റായിട്ടാണ് കിട്ടുന്നത്. ഇത് യാത്ര പോകുന്നതിനൊരു 30 മിനിറ്റിന് മുമ്പായിട്ട് 0.3 to 0.6 മില്ലിഗ്രാം ടാബ്ലറ്റ് കഴിക്കുക. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് 2-3 മണിക്കൂർ നിൽക്കും. അപ്പോൾ ഇത് ഒരു ലോങ് ജേർണി ആണെങ്കിൽ ഒരു 0.1 to 0.2 മില്ലിഗ്രാം ടാബ്ലറ്റ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് തെറ്റില്ല. അതുപോലെ തന്നെ ഇത് ഒരു
തൊലിയിൽ ഒട്ടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ സ്കോപ്പോളമീൻ ട്രാൻസ്ഡെർമൽ അഡ്ഹസീവ് യൂണിറ്റ്. അപ്പോൾ അത് ഈ ഭാഗത്തായിട്ട് ചെവിയുടെ പുറയിലായിട്ടാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിന് ആക്ഷൻ ഏകദേശം ഒരു 72, അപ്പോൾ ഒരു ലോങ് ജേർണിക്കൊക്കെ പോകുന്നവർക്ക് വളരെ നല്ലതായിരിക്കും. ഒരെണ്ണം ഒട്ടിച്ചാൽ മതിയാവും. ഒരു 72 മണിക്കൂർ ഇവൻ പതുക്കെ ഈ മരുന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും നേരം പേഷ്യൻ്റ് ഛർദ്ദിക്കത്തില്ല. സ്കോപ്പോളമീൻ ട്രാൻസ്ഡെർമൽ അഡ്ഹസീവ് യൂണിറ്റ്. അതുപോലെ ചില ആൻറ്റിഹിസ്റ്റമിൻസ് ഇതിനുപയോഗിക്കാറുണ്ട്. സൈക്ലസിൻ, മെക്ലസിൻ, ഡൈമെൻ ഹൈഡ്രിനേറ്റ്. അപ്പോൾ ഇതെല്ലാം ആൻറ്റിഹിസ്റ്റമിൻസ് ആണ്. അപ്പോൾ ഇതും ഈ എന്താണ് മോഷൻ സിക്നെസ്സിന് ഉപയോഗിക്കുന്ന മെഡിസിൻസാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.